أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى. സൂറത്ത് ത്വാഹ. ഈ ഒന്നാമത്തെ ത്വാഹ എന്ന ഈ വാക്യത്തെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളൊക്കെ തഫ്സീറിൽ കാണാമെങ്കിലും അതിനൊന്നും കൃത്യമായ തെളിവുകളൊന്നുമില്ല. ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ ഹേ മനുഷ്യ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ തുടങ്ങിയ അഭിസംബോധനയാണ് ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി തിരുമേനിയുടെ കടുത്ത ശത്രുവായിരുന്ന ഉമർ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ ഒരു സൂറത്താണിത്. ഒരിക്കൽ നബിയെ വധിക്കുവാനായി ഊരിപ്പിടിച്ച വാളുമായി ഉമർ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന നുഐം ചോദിച്ചു, എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ വാളും പിടിച്ച് പുറപ്പെടുന്നത്? അപ്പോൾ ഉമർ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ്. ഈ നാട്ടിൽ അവൻ്റെ പുതിയ മതം മൂലം പലവിധ പ്രശ്നങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. മുഹമ്മദിനെ കൊന്നാൽ അതുകൊണ്ട് തീരുമല്ലോ എല്ലാ പ്രശ്നങ്ങളും. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, മുഹമ്മദിനെ വധിച്ചാൽ അബ്ദുൽ മനാഫ് കുടുംബം താങ്കളെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ആദ്യം താങ്കൾ സ്വന്തം കുടുംബത്തെ നേരെയാക്കാൻ നോക്ക്, എന്നിട്ടാകട്ടെ ബാക്കി കാര്യം. എൻ്റെ കുടുംബത്തിൽ ആരാണ് മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചത്? താങ്കളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവായ സഈദും. ഇത് കേട്ട ഉമർ ഉടൻ തന്നെ സഹോദരിയുടെ വീട്ടിലേക്ക് കുതിച്ചു. വീടിനടുത്തെത്തിയപ്പോൾ താൻ അന്നുവരെ കേട്ടിട്ടില്ലാത്ത ചില വാക്യങ്ങൾ കേൾക്കുകയാണ്. അവിടെ പ്രവാചക ശിഷ്യനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവർക്ക് സൂറത്ത് ത്വാഹയിലെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ഉമറിൻ്റെ കാലച്ച കേട്ടതോടെ ഖബ്ബാബ് വീടിൻ്റെ ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നു. ഉമർ വീട്ടിൽ കയറി ഉടൻ ചോദിച്ചു, ഞാനിപ്പോൾ കേട്ട ഒരു ശബ്ദം എന്തായിരുന്നു? അവർ പറഞ്ഞു, ഇല്ല, താങ്കളൊന്നും കേട്ടിട്ടില്ല. ഉമർ പറഞ്ഞു, അല്ല, നിങ്ങൾ മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇതും പറഞ്ഞ് സഹോദരി ഭർത്താവായ സഈദിൻ്റെ നേർക്ക് ചാടി വീണു. തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ചെന്ന ഫാത്തിമക്കും അടികിട്ടി. ഫാത്തിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി താങ്കൾക്ക് തോന്നുന്നതൊക്കെ ചെയ്തോളൂ. ഇത് കേട്ടതോടെ ഉമറിൻ്റെ കോപം തണുത്തു, മനസ്സരിഞ്ഞു. ശരി, നിങ്ങൾ പാരായണം ചെയ്ത ആ ഏടെവിടെ? ഞാനൊന്ന് കാണട്ടെ. ഇല്ല, ഞാൻ താങ്കൾക്ക് തരില്ല, താങ്കളെ നശിപ്പിക്കും. ഉമർ ദൈവത്തെ പിടിച്ച് ആണയിട്ടുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ തീർച്ചയായും അത് നോക്കിയിട്ട് തിരിച്ചു തരും. അപ്പോൾ ഫാത്തിമ പറഞ്ഞു, ഇത് ശുദ്ധിയില്ലാത്തവർക്ക് തൊടാവുന്നതല്ല. അങ്ങനെ അദ്ദേഹം പോയി കുളിച്ചിട്ട് വന്നു. ആ ഏട് നോക്കി വായിച്ചു. സൂറത്ത് ത്വാഹയിലെ ആദ്യ ഭാഗമാണതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത്രയ്ക്ക് മനോഹരമായ മഹത്തായ വചനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ല. ഇത് കേട്ട ഉടനെ അവിടെ ഒളിച്ചു നിന്നിരുന്ന ഖബ്ബാബ് ഉമറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി തിരുമേനി ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ഇസ്ലാം ശക്തിപ്പെടുത്തണമേ എന്ന്. അപ്പോൾ ഉടൻ ഉമർ പറഞ്ഞു, ശരി, നിങ്ങൾ എന്നെ മുഹമ്മദിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകൂ. അങ്ങനെ അവർ തിരുസന്നിധിയിൽ ഹാജരാകുകയും ഉമർ അവിടെ വെച്ച് ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കുക, ഇവിടെ വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂക്തങ്ങളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയ ഉമറിന് ഈ ഖുർആൻ ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായി. അപ്പോൾ ഏതൊരു മനുഷ്യനും മുൻധാരണകളൊന്നുമില്ലാതെ ആത്മാർത്ഥമായി ഈ ഖുർആൻ വായിച്ച് മനസ്സിലാക്കിയാൽ സത്യം ബോധ്യപ്പെടുകയും ഇസ്ലാം സ്വീകരിക്കാൻ അതയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.